ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു AJ വ്ലോഗ്സ് ആൻഡ് കുക്കറീസ്. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടർക്കിഷ് ഡിഷാണ്. അപ്പോൾ ഒരു ടർക്കിഷ് സ്വീറ്റും ആണ്. അപ്പോൾ അതിൻ്റെ പേര് ബക്ലാവ അല്ലെങ്കിൽ ബക്ലൂവ എന്നൊക്കെ പറയും. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കണം. ഒരു നട്ട്സും പേസ്ട്രിയുടെ ആ ഒരു ഷീറ്റും ആ ഒരു ചെറിയ മധുരവും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക കോമ്പിനേഷനാണ്. ഇത് കഴിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നും. കാരണം ഇത് പണ്ട് എൻ്റെ അങ്കിളും ആൻറ്റിയും വന്നപ്പോൾ അവർ കൊണ്ടുവന്നായിരുന്നു. ആ ഒരു രുചി കിടന്നുകൊണ്ടാണ് ഞാനിത് വീണ്ടും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കി. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ബക്ലാവ അല്ലെങ്കിൽ ബക്ലൂവ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമുക്ക് ബക്ലൂവ ഉണ്ടാക്കുന്ന ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ കൃത്യമായിട്ടുള്ള അളവിന് കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ നിങ്ങൾ ആ ഒരു സെയിം അളവിന് തന്നെ ഉള്ളത് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതിനെക്കാട്ടിലും കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഏറ്റവും ചെറിയ അളവിൽ എങ്ങനെയാണ് ബക്ലൂവ ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു കപ്പ് നിറച്ച് 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീറ്റ് ഫ്ലവറും മിക്സ് ചെയ്യാം. പക്ഷേ ഒന്നുകൂടും ടേസ്റ്റ് നമ്മുടെ മൈദയ്ക്ക് തന്നെയാണ്. അപ്പോൾ 2 കപ്പ് മൈദ. ഇത് ഓൾറെഡി ഈ ഒരു കപ്പിൻ്റെ 1 കപ്പ് മൈദയാണ്. അപ്പോൾ 2 കപ്പ് മൈദ ഇതിന് വേണം. കാണാമല്ലോ അല്ലേ? അതിനുശേഷം 3/4 കപ്പ് പാലാണ്. നമുക്ക് ഇപ്പോൾ ഒരു ലേശം ഒഴിക്കാം. ഒരു മുട്ട വേണം. ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു നുള്ള് ഉപ്പ്. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ നിറച്ച് ബേക്കിംഗ് പൗഡർ സൈഡിലായിട്ട് ഇങ്ങനെ വിതറി കൊടുക്കണം കേട്ടോ. നമുക്ക് ഈ ഒരു ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് വെളിച്ചെണ്ണ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ഞാൻ 1/2 ഗ്ലാസ് ഒഴിച്ചില്ല, ഒരു ലേശം മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ചപ്പാത്തി കുഴയ്ക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. കുഴയ്ക്കുന്നതിനനുസരിച്ച് ബാക്കിയിരിക്കുന്ന പാലും ബാക്കിയിരിക്കുന്ന എണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇന്ന് കുഴച്ചിട്ട് വരാം. സോഫ്റ്റ് ആയിരിക്കണം നമ്മുടെ മാവെന്ന് പറയുന്നത്. ഇതിന് നമുക്കൊരു 10 to 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാറ്റി വെക്കാവേ. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇതെന്ന് പറയുന്നത് നമ്മുടെ ബദാമില്ലേ, ആൽമണ്ട്സ് ഞാൻ 200 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് തരി വരുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് ഒരു ഇതിനകത്തിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. പിസ്ത, അപ്പോൾ ഇതെന്ന് പറയുന്നത് 100 ഗ്രാമേ ഉള്ളൂ. എനിക്ക് 100 ഗ്രാമേ കിട്ടിയുള്ളൂ. അപ്പം ഞാൻ 100 ഗ്രാം വെവ്വേറെ ആയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഇതിന് അളവ് ഇച്ചിരി കുറവായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ചിട്ട് പൊടിക്കാം. ബട്ടറാണ്. ബട്ടർ നമുക്ക് 100 ഗ്രാം ബട്ടർ വേണം. 2 കപ്പിൻ്റെ അളവിലുള്ള മൈദയുടെ അളവിലാണ് പറയുന്നത്. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചരുവത്തിനായിട്ട് 2 കപ്പ് വെള്ളത്തിന് 2 കപ്പ് വെള്ളത്തിന് 2 കപ്പ് പഞ്ചസാര വേണം ഇടാൻ. അതിനുശേഷം ഒരു നാരങ്ങയുടെ ജ്യൂസ് നമുക്ക് പിഴിഞ്ഞ് ഒഴിക്കണം. അപ്പം നല്ല വലിയ സിനമൺ സ്റ്റിക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു സ്റ്റിക്ക് ഇട്ടാൽ മതി. ഞങ്ങളുടെ ഇത് വീട്ടിൽ തന്നെ ചീകി എടുത്തോണ്ട് ഞാനൊരു ഇതുപോലത്തെ വലിപ്പമുള്ളൊരു 3-4 ഇട്ടിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് കിടന്ന് ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് ഒരു ഈ ഷുഗറെല്ലാം നന്നായിട്ട് അലിഞ്ഞ് ഇതിൻ്റെ ഈ ഫ്ലേവർ എല്ലാം കൂടെ തമ്മി പിടിക്കുന്നത് വരെ നന്നായിട്ടൊരു 5-6 മിനിറ്റ് അല്ലെങ്കിൽ 7-8 മിനിറ്റ് അങ്ങനെ കിടന്ന് നന്നായിട്ട് ചൂടായിക്കോട്ടെ. എന്നിട്ട് ഇത് നന്നായിട്ട് ആറാൻ വെക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാനിവിടെ 1 കപ്പ് കോൺഫ്ലവർ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, 1 കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. കോൺഫ്ലവറിന് 1/2 കപ്പ് മൈദയാണ് വേണ്ടത്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യണം. കോൺഫ്ലവർ എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോൺഫ്ലവർ സ്റ്റിക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഒരു സിൽക്കി ഫീൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ഇതിങ്ങനെ നല്ലതായിട്ട് വരികയും ചെയ്യും. അപ്പോൾ റെസ്റ്റ് ചെയ്ത മാവ് ഞാനിവിടെ
ഒരു നല്ല നീറ്റായിട്ടുള്ളൊരു ഫ്ലോർ വേണം. അതുപോലാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്, ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ കുപ്പൂസിൻ്റെ റെസിപ്പിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഴയ്ക്കുമ്പോൾ എങ്ങനെ ശ്രദ്ധിക്കണമെന്ന്. അപ്പോൾ എങ്ങനെ മാവിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടാമെന്നുള്ളത് ഞാൻ കുപ്പൂസിൻ്റെ റെസിപ്പിയിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ഇത് ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ദാ ഇങ്ങനെ നമ്മൾ നീ ചെയ്തെടുക്കണം, നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പം നമ്മുടെ മാവിന് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാകും. അതിപ്പോൾ നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിലും എന്ത് ടൈപ്പ് ബ്രെഡ് ഉണ്ടാക്കുകയാണെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഒരു പേസ്ട്രി ഷീറ്റ് ഉണ്ടാക്കുകയാണെങ്കിലും നിങ്ങൾ ഇതുപോലെ നീ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു മാവിന് എല്ലാം കൂടി നല്ലതായിട്ട് മിക്സായി നല്ലതായിട്ട് കമ്പൈൻ ചെയ്ത് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും. അപ്പം നോക്കിക്കേ, ഞാൻ നന്നായിട്ട് കുഴച്ച് വെച്ചു. എന്നിട്ട് നീളത്തിൽ ഇതുപോലെയൊക്കെ ഡിവൈഡ് ചെയ്യാൻ എളുപ്പത്തിലാണ്. അപ്പോൾ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ ഫസ്റ്റ് ആദ്യമായിട്ടൊന്ന് പരത്തിയെടുക്കണം. അതിന് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന ഒരു പോർഷൻ നമുക്ക് ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ട് കൊടുക്കാം. ഇതുപോലെ ചെയ്തിട്ട് അതിൻ്റെ പുറത്തോട്ട് നമുക്ക് ഇതുപോലെ കാക്ക വിരുന്ന് വിളിക്കുന്നു. എന്നിട്ട് അടുത്ത പേസ്റ്റ് ഷീറ്റ് ഞാൻ എൻ്റെ പുറത്തോട്ട് വിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ പുറത്തും നമുക്കിതുപോലെ നമ്മൾ മൈദ മാത്രം ഇടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്റ്റിക്കി ആയിപ്പോവും. ഈ കോൺ സ്റ്റാർച്ചിനൊരു സിൽക്കി ഫീലാണ്. ഇത് കുറച്ച് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പരത്തുന്നത് ഇതും കൂടെ നമുക്ക് നന്നായിട്ട് ആക്കി കൊടുത്തിട്ട് പരത്തിയെടുക്കാം. ഇതെന്ന് പറയുമ്പോഴത്തേക്കും അങ്ങ് നല്ല ഇച്ചിരി അമക്കി വേണം പരത്താൻ. നല്ല ടിഷ്യൂ പേപ്പർ അത്രയും ഇതായിട്ട് കനം കുറച്ച് വേണം നിങ്ങൾ പരത്തിയെടുക്കാൻ. അപ്പം മുൻപോട്ടും കൂടും ഇട്ടിട്ടിട്ടിട്ടിട്ട് ഇതുപോലെ വിതറി കൊടുക്കണം. പതുക്കെ നമ്മളിങ്ങനെ എടുക്കണം കേട്ടോ. ഇങ്ങനെ നമ്മളിങ്ങനെ ലെയറായിട്ട് എടുക്കണം. ഇതിൻ്റെ നമുക്ക് കുറച്ച് ട്രിക്കിയാണ്. അപ്പോൾ നേരെ എടുത്ത് വേണം കാണിക്കാൻ. അപ്പോൾ നമുക്ക് അത്രയും സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ മുറിച്ചേത്തേന്ന് കാണിക്കുന്നത്. കണ്ടോ, ഫസ്റ്റ് ലെയർ ഇത്രയും തിൻ ഷീറ്റായിരിക്കും. കണ്ടോ, സെക്കൻഡ് ലെയർ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ക്ഷമിക്കണം. ഞാനിങ്ങനെ വേറിട്ട് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര പേപ്പറായിട്ട് ഞാനിങ്ങനെ ഒന്ന് നടുവേ വെച്ച് മുറിച്ചു. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ, എൻ്റെ കൈ കാണാം. അപ്പോൾ അത്രയും തിന്നായിട്ട് വേണം നിങ്ങൾ ഇതുപോലെ എന്താ പറയുക പരത്തി എടുക്കാൻ വേണ്ടിയിട്ട്. പേസ്ട്രി ഷീറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ. പിന്നെ ഇതുപോലത്തെ ഒരു ട്രേ എടുത്തിട്ട് എടുത്ത് വെച്ചേക്കുന്ന കുറച്ച് ബട്ടർ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കണം. എന്നിട്ട് 4 വശവും ഇതുപോലെ ബട്ടർ നന്നായിട്ട്, ബട്ടർ എത്രയും കൂടുന്നു അത്രയും ഈ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ കേട്ടോ ബക്ലവയ്ക്ക്. ഇതുപോലെ നിവർത്തി വെക്കണം. നിവർത്തി വെച്ചതിന് ശേഷം കുറച്ച് ബട്ടർ ഒഴിച്ച് ബട്ടർ ഒന്ന് പേസ്ട്രി ഷീറ്റിലോട്ട് ഇതുപോലെ, എൻ്റെ കയ്യിൽ ബ്രഷ് ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ടങ്ങ് ഉപയോഗിക്കുന്നത്, ഒന്നും തോന്നരുത്. ഇതുപോലെ 4 വശത്തൂടെ നമ്മൾ കുറച്ച് പിസ്താഷ്യൂ, എന്തോ എൻ്റെ അങ്ങനെ റൗണ്ടായിട്ട് എടുക്കുന്ന ഇല്ല. എന്നിട്ട് കാണാമല്ലോ അല്ലേ,
ഇങ്ങനെ ചെയ്തിട്ട് ഇതാ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ഊരണം. എന്നിട്ട് നമ്മുടെ ഒരു ട്രേക്കകത്ത് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണം. കണ്ടോ? ഇതുപോലെ എല്ലാം അതുപോലെ നിരത്തി വെച്ച് കൊടുക്കണം. ഇങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം ഒരു ലേശം ബട്ടർ എടുക്കുക. ഇതുപോലെ അതിൻ്റെ പുറത്തിങ്ങനെ ഒഴിക്കുക. നന്നായിട്ട് അതിൻ്റെ ചുറ്റിന് ഈ ബട്ടർ ചെന്നിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ നോക്കി ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വലുപ്പത്തിനനുസരിച്ചുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഞാനിത് ഒരു മീഡിയം സൈസ് പീസായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. എത്രയോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടെ അധികം വന്നു, പക്ഷേ എൻ്റെ നട്ട്സ് തികയാഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നമുക്കിനി ഇത് ഒരു 150 ഡിഗ്രിയിൽ ഒരു 30 to 45 മിനിറ്റ്സോളം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. 10 മിനിറ്റ് അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്ത് ഓവൻ്റെ അകത്ത് വേണം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്കിനി ഇത് ബേക്ക് ചെയ്തിട്ട് വരാം. അപ്പം നമ്മുടെ ബക്ലൂവ ഇവിടെ നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഈ ചൂടായിട്ടിരിക്കുന്ന സമയം തന്നെ നമ്മുടെ സിറപ്പ് ചുറ്റിനും ഒഴിച്ചു കൊടുക്കണം. അപ്പം നമുക്കിനി ഈ സിറപ്പൊക്കെ നന്നായിട്ട് പിടിക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് ഏകദേശം ഇത് നന്നായിട്ട് അങ്ങ് പിടിക്കും കേട്ടോ. ഒരു 4-5 മണിക്കൂറോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് നല്ലതായിട്ട് പ്ലേറ്റ് ചെയ്യാം. അപ്പം ഞാനിതൊരു ചെറിയ പാത്രത്തിനകത്ത് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ? നല്ല നട്ട്സൊക്കെ ഇട്ട് പുറത്ത് ഇങ്ങനെ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇതെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഒരു ചെറിയൊരു പീസ് കാണിക്കാം എങ്ങനെ അതിൻ്റെ ലെയറിങ് എന്നൊക്കെ. കണ്ടോ? ഇതിനകത്ത് നട്ട്സും ആ ഒരു ക്രസ്റ്റും കണ്ടോ? അതുപോലെ ക്രിസ്പി ആയിരിക്കും. ഇതാണ് എൻ്റെ ആ ഒരു പരുവം എന്ന് പറയുന്നത്. നല്ല ഭയങ്കര ക്രിസ്പി ആയിരിക്കും. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളും എല്ലാവരും സുഖമായിട്ടിരിക്കുക. വേറെ വിശേഷങ്ങളായിട്ടൊന്നുമില്ല. അടുത്ത വീഡിയോയിൽ കൂടെ കാണാം. ബൈ ബൈ. ടേക്ക് കെയർ.